എടി നീയല്ലേ പറഞ്ഞ നിനക്ക് മെത്ത വേണമെന്ന്. ആഹാ, മെത്ത വാങ്ങിച്ചോ? അതിൻ്റെ ഒരു കുറവ് വേണ്ട. നീ ആ അവിടെ കിടന്ന തുണിയും അതെല്ലാം മാറ്റിയിട്ട് ഈ മെത്ത എടുത്തിട്ട്. ആ ഓക്കെ, ഞാൻ തുണിയെല്ലാം മാറ്റട്ടെ. ആ മോനെ, പുതിയ മെത്ത വാങ്ങിച്ചോ? കൊള്ളാമല്ലോ. ആ അമ്മ ഒന്ന് വാങ്ങിച്ച് വിലക്കുറവ് കിട്ടിയപ്പോൾ ഒന്നങ്ങ് വാങ്ങിച്ചതാ. മോനെ, എൻ്റെ മെത്ത അങ്ങ് തീരെ ചീത്തയായി. എനിക്കൂടെ ഒരെണ്ണം മേടിച്ചു തരാവോ? അതിനെന്താ, നമുക്ക് ഒരെണ്ണം മേടിക്കാം, അമ്മയ്ക്ക് ഒരെണ്ണം മേടിക്കാം. അതിന് അമ്മയുടെ മെത്തയ്ക്ക് എന്തോ കുഴപ്പം? അത് നന്നായിട്ടിരിക്കുവാണല്ലോ. അല്ല മോളെ, അതേ കിടന്നിട്ട് എനിക്കങ്ങ് നടുവേദനയാ. അതങ്ങ് ചീത്തയായി, അതുകൊണ്ടാ പറഞ്ഞത്. ഒരു മെത്ത എനിക്കും മേടിച്ചതാ. അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരെണ്ണം വാങ്ങിക്കാം. എന്നാ ശരി മോനെ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമുക്ക് മേടിച്ചത് മേടിച്ചു, അമ്മയ്ക്കൊന്നും മേടിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. എടി അമ്മയുടെ മെത്തയും ചീത്തയായി കാണും, അതായിരിക്കും അങ്ങനെ ഒന്ന് പറഞ്ഞത്. പ്രായമൊക്കെ ആയില്ലയോ, നല്ല നടുവേന കാണും. നിനക്ക് തന്നെ ഇപ്പം ഇത്ര നടുവേന ഇല്ലയോ? അവർക്ക് എനിക്കിപ്പോൾ മെത്ത മേടിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാണ്ട് വേണ്ടിയിട്ടൊന്നും അല്ല. നീ എന്ത് വർത്തമാനമാടി പറയുന്നേ? അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ്? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? ആവശ്യമില്ലാത്ത കാര്യം പറയാതെ ഒന്ന് വാങ്ങിച്ചാൽ കൊടുത്താൽ പോരായോ? ആ പിന്നെ പയ്യെ പറയടി, അമ്മ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ആ കേക്കട്ടെ. ഡേ ചുമ്മാ ആവശ്യമായിട്ട് പറയല്ലേ. നിങ്ങൾ മെത്ത എടുത്ത് ഇങ്ങോട്ട് ഇടാൻ നോക്ക്. നിന്നെ ഒന്നും തിരുത്താൻ പറ്റത്തില്ലടേ. ഇത് മേടിച്ചോണ്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതി. എന്നെ പോലെ ഒരു മാതാപിതാക്കൾക്കും മക്കളുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ ഇട വരാതിരിക്കട്ടെ.